ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോട്ട് ന്യൂസ് റൂമേഴ്സ് എല്ലാം പോകുന്നുണ്ട്. നമ്മുടെ നെവിൻ തിരിച്ച് എത്തി എന്നുള്ളത്, അതിനെക്കുറിച്ചായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് പണിപ്പുര ടാസ്കിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ആടി സെയിലാണ് നടന്നത്, അതായത് ലൈവിന്റെ അപ്ഡേഷൻ ആയിട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ റൂമേഴ്സ് എന്ന് പറയുന്നത് നെവിൻ തിരിച്ചു വന്നു എന്നുള്ളത് ഇന്നലെ പോയപ്പോൾ തന്നെ പലരിലും ഉണ്ടായൊരു സംശയമാണ്, ഇത്രയും നല്ലൊരു എന്റർടൈനർ എങ്ങനെ പറഞ്ഞു വിട്ടുവെന്ന്. സെയിം സാധനം തന്നെയായിരുന്നു ഞാൻ എന്റെ ആദ്യ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നെവിൻ ചെയ്തത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പുള്ളി തനിയെ പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് വാക്കൗട്ട് ചെയ്യാൻ പോയ മണ്ടത്തരം തന്നെയാണ് കാണിച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം നെവിൻ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡീആക്ടിവേറ്റ് ആയി. അപ്പൊ ഒരു ഇതുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ബിഗ് ബോസിന്റെ ഓൺലൈൻ അപ്ഡേഷൻസിൽ ഇതില് നെവിൻ പോയി എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. പിന്നെ ഞാൻ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഒന്ന് കൺഫേം ചെയ്യാൻ, കാരണം ഞാൻ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇങ്ങനെ ലൈവിൽ കാണിച്ചുവെങ്കിൽ പോലും പോയതിൻ്റെതായിട്ടുള്ള ഒരു സൂചനകളോ കാര്യങ്ങളോ പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അവിടെ തിരിച്ചെത്തി എന്നുള്ളതാണ്. 100% നിങ്ങൾക്ക് വിശ്വസിക്കാൻ നെവിൻ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന്. കാരണം ഇന്നത്തെ ലൈവ്, നാളത്തെ ലൈവിലായിരിക്കും നെവിൻ തിരിച്ചെത്തിയത് കാണിക്കാൻ പോകുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നെവിന്റെ ഫ്രണ്ടും പഴയ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന അഭിഷേകിന്റെ ഒരു വീഡിയോയും ഇപ്പോൾ ട്രെൻഡിങ് അല്ല, ഔട്ട് ആയിട്ടുണ്ട്. എന്തായാലും ഇത് ട്രെൻഡിങ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൽ പറയുന്നുണ്ട് അവർക്ക് വീട്ടുകാർക്കോ ഇതുപോലെ അഭിഷേകിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, ഒരു കോളൊന്നും വന്നിട്ടില്ല. പക്ഷെ അതിന് പകരം വന്ന കോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ഇടാനുള്ള ഡ്രസ്സ്, ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സ്, അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ, നെവിൻ തിരിച്ചെത്തിയെന്ന. നമുക്ക് കൺഫേം ചെയ്യാം, നെവിൻ തിരിച്ച് ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നു. ഭയങ്കര ഒരു ടെസ്റ്റാണ് ഉണ്ടായത്. അതായത് നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടന്റ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് കണ്ടന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല കണ്ടന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നെവിൻ തിരിച്ചെത്തുന്നത് എന്തുകൊണ്ട് നല്ലതാ, കാരണം ഇനി ഗെയിം ഒന്നുകൂടി ഒന്ന് കൊഴുക്കും. എന്ത് സംഭവത്തിലാണ് പുറത്തു പോയെന്നുള്ളത് നമുക്കറിയാം. ഇനി ബിഗ് ബോസ് പറഞ്ഞിട്ട് എന്തൊക്കെ പ്ലാനുകളുമായിട്ടാണ് നെവിൻ വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ പുതിയ പ്ലാനുകളായിരിക്കാം, പുതിയ സ്ട്രാറ്റജീസ് ആയിരിക്കാം വരാൻ പോണത്. അപ്പോൾ അതെല്ലാം ഞാൻ ഭയങ്കര ഇതായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അപ്പൊ ഇന്നത്തെ പണിപ്പുര ടാസ്കിൽ എന്താ സംഭവിച്ചത്, ലൈവിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് പണിപ്പുരയിലേക്ക് എല്ലാവർക്കും കൂടി കയറുകയും ചെയ്യാം, അൺലിമിറ്റഡ് ടൈം ആയിരിക്കും. ഇതേ സാധനമായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. അതിനകത്ത് മാറ്റം വന്നിരുന്നത് പറഞ്ഞാൽ അൺലിമിറ്റഡ് പ്രോഡക്ട്സ്, അതായത് അൺലിമിറ്റഡ് പോയിന്റ്സ് വെച്ചിട്ട് അവർക്ക് എല്ലാ സാധനങ്ങളും എടുക്കാം. പക്ഷേ തലേ ദിവസം അത് എടുത്തതിന് ശേഷം മറ്റേ വലിയൊരു ബില്ല് വന്നിട്ട് അവരിന്നലെ ഉറങ്ങാതെയാണ് ടാസ്ക് കളിക്കേണ്ട ഗതികേടുണ്ടായത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഒരാളുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്. അപ്പൊ ഇവര് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതിന് അടുത്ത പണിയാണോ, ഇനി ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഒരു ബില്ല് വരുമോ. കാരണം എല്ലാവരും ഡബിൾ മൈൻഡ് നിൽക്കുക, കാരണം ഇതെല്ലാം 7ന്റെ പണിയാണല്ലോ. അപ്പൊ അതിനിടയ്ക്ക് ബിഗ് ബോസ് പറഞ്ഞു ഇല്ല, ഇത് പണിയൊന്നുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈമാണുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജിസയിൽ പറയുന്നത് എന്റെ സാധനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കും. അങ്ങനെ പണിപ്പുര ടാസ്കിലേക്ക് ഇവരെല്ലാം കൂടി ആക്ടിവിറ്റി റൂമിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക്, പണിപ്പുരയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കിന് ജിസയിൽ പറയുന്നത് എന്റെ സാധനം ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാനൊന്നും എടുക്കുന്നില്ല. ആര്യൻ പിന്നെ ആര്യൻ കൺഫ്യൂസ്ഡ് ആയി, ഞാൻ എടുക്കത്തില്ല, എനിക്കത് സാധനം വേണ്ട, അവസാനം പണിയാവും എന്നുള്ള രീതിയിൽ ആര്യം എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജിസയിൽ പറയുന്നത് നീ ഇങ്ങനെ ചൈൽഡിഷ് ആവാതെ നീ എടുക്കുന്നൊക്കെ പറഞ്ഞ് ആര്യനെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആര്യൻ വളരെ കുറച്ച് സാധനങ്ങൾ അങ്ങാണ്ട് എടുത്തോളൂ, ഒരു മുണ്ട് ഷർട്ട് എടുക്കുന്നേ പറയുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെ എടുത്തു എന്ന് എനിക്കറിയില്ല, ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ അഭിലാഷൻ ചില സാധനങ്ങളൊക്കെ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പണിപ്പുര തൂത്തുവാരി പറക്കിയെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലൊരു ആടി സെയിലാണ്. ഇപ്പൊ ബിഗ് ബോസ് പറയുന്നത് ഓഫറാണ്. അതേപോലെ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സാധനങ്ങൾ വലിച്ചെറിയല് നിങ്ങളുടെ സാധനം തന്നെയാണെന്ന് ഓർമ്മ വേണം. അതേപോലെ തന്നെ ബിഗ് ബോസ് പണിപ്പുരയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് പണിപ്പുരയ്ക്ക് സ്ലൈഡിംഗ് ഡോസ് ഉണ്ട്, പ്രസ് ചെയ്ത് തുറക്കുന്ന ഡോസ് ഉണ്ടെന്നൊക്കെ. അങ്ങനെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് എല്ലാ റൂമും കാലിയാക്കി അവർ ഇറങ്ങിയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് പണിപ്പുരയിൽ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആര്യനൊക്കെ കൺഫ്യൂസ്ഡ് ആണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ബാക്കി ഇനിയിപ്പോൾ ലൈവിൽ അറിയാം ഇതിന്റെ പണി എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ ബിഗ് ബോസ് ഒരു ഡയലോഗ് അടിച്ചു, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ മനസാക്ഷി ഇല്ലാത്തവൻ
നല്ലതെന്ന്. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. എന്തായാലും നമുക്ക് അടുത്ത എന്താണ് ഈ പണിപ്പുരയിൽ ഇത്രയും ഇവർക്ക് ഈ ഫ്രീഡം കൊടുത്ത് ഈ സാധനം എടുക്കാൻ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സംഭവിച്ചത് എന്താന്ന് നോക്കാന്നല്ല, പണിപ്പുരയിൽ ഇതെല്ലാം എടുത്തിട്ട് ഇനി എന്തെങ്കിലും പണി വരുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതേപോലെ തന്നെ ഈ പണിപ്പുരയിലേക്ക് അൺലിമിറ്റഡ് എടുക്കാൻ കയറുമ്പോൾ പലരും പറയുന്നുണ്ട് ഇനി അതിനകത്ത് നെവിനാണോ ഉള്ളതെന്ന്. അതായത് ബിഗ് ബോസ് ഹൗസിലുള്ളവർ പോലും ഇപ്പോഴും വിശ്വസിക്കാൻ റെഡി ആയിട്ടില്ല നെവിൻ പോയി എന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല. നമ്മളെപ്പോലെ തന്നെ അവരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവരെ പോലെ നമ്മളും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ എന്താ പറയാ, എന്തായാലും നെവിൻ അകത്ത് കയറി, ഇന്നകത്ത് കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇന്നത്തെ ലൈവിൽ കാണിക്കില്ല, നാളത്തെ ലൈവിൽ എന്തായാലും കാണിക്കും. ഞാൻ 100% ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അഥവാ തെറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതെന്റെ വിശ്വാസത്തിന് പുറത്തുള്ള വർത്തമാനമാണ്. പക്ഷെ വിശ്വാസം മാത്രമല്ല, ചുറ്റുമുള്ള കാര്യങ്ങളും കൂടെ വെച്ചിട്ടാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആവും, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും, ബിഗ് ബോസ് ഹൗസിലുള്ളവർ ചിലരൊക്കെ ഡിസപ്പോയിന്റ് ആവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നല്ലതിന് വേണ്ടി മാത്രം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.